പട്ടാമ്പി ആമയൂർ CK ട്രാവൽസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ സംഗമം ശ്രദ്ധേയമായി. സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ആമയൂരിൽ 30 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന CK ട്രാവൽസിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഹജ്ജ് ഉംറ സംഗമം സംഘടിപ്പിച്ചത്. ആമയൂർ MM പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഗമം. സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇതിനുള്ള തൗഫീഖ് എന്നുള്ളത് അതൊരു പ്രധാന സംഗതിയാണ്. പല ആളുകളും സാമ്പത്തികമായി സൗകര്യമുണ്ടായി, ശാരീരികമായി സൗകര്യമുണ്ടായി, ഇൻഷാ അല്ലാഹ് ചെയ്യാം അല്ലെങ്കിൽ പോകാം എന്ന് വിചാരിച്ച് മെല്ലെ മെല്ലെ അങ്ങനെ നീട്ടിവെച്ച് അതിന് പോകാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ എത്രയോ ആളുകളെ നമ്മളിപ്പോൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടയിൽ കാണാം. അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകളെ കാണാം. അതല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയ സാഹചര്യങ്ങളെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ, അതിൽ പ്രധാനമായ 5 കർമ്മങ്ങളുള്ള ഇസ്ലാമികമായ 5 കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ 5ാമതായി ഹജ്ജിനെ പരിചയപ്പെടുത്തുമ്പോൾ അവന് സാമ്പത്തികമായി, ശാരീരികമായി, യാത്രാ സംബന്ധമായി സൗകര്യമുണ്ടായാൽ നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മമാണ് ഹജ്ജ് ഉംറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും അതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഹജ്ജ് ചെയ്യാനായിട്ടില്ല, കുറച്ചുകൂടി ആവട്ടെ, കുറച്ച് പ്രായമാവട്ടെ, കുറച്ചുകൂടി സമയം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നീട്ടിവെക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗകര്യങ്ങളൊക്കെ നൽകിയിട്ട് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മം അഥവാ ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് നിർവഹിക്കുക, ഒരു തവണ ഉംറ നിർവഹിക്കുക എന്നുള്ളത് അത് ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഒത്തുകൂടിയാൽ നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മമാണ്. ആമയൂർ ഖത്തീബ് ഷക്കീർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സയ്യിദ് ഷാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ അധ്യക്ഷനായിരുന്നു. EK സുലൈമാൻ ദാരിമി കൊല്ലം ആമുഖ പ്രഭാഷണം നടത്തി. ഹൽ ഹാഫിൾ സിറാജുദ്ദീൻ ഗാസ്മി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഅബാലയം കാണുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നമ്മൾ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് ഊതും. അന്ന് ലോകത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന സർവ്വചരാചരങ്ങളും ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന ദിവസമാണ് മഹ്ശറ. അവിടെ ഇത്ര കുളിപ്പിച്ചു നല്ലതുപോലെ സുഗന്ധം തേച്ചു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞു പുതിയാപ്പളയെ പോലെ പുതിയ പെണ്ണിനെ പോലെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചാലും നാളെ ആ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ആ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റു വരുന്നത് 41 കോലത്തിലാണെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്. പട്ടിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട് വരുന്നവരുണ്ട്, നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇങ്ങനെ പല പല വിഭാഗങ്ങളായി ജനങ്ങൾ മുഴുവനും പരലോകത്ത് കടന്നു വരും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാർ 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബാലയത്തിനോട് ചോദിക്കുമത്രേ, നിനക്ക് എന്താ വേണ്ടത്? CK ട്രാവൽസ് റഷീദ്, അബ്ദുൽ ഹക്കീം തങ്ങൾ പത്തംകുളം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 2027 ഹജ്ജ് യാത്ര പരിചയപ്പെടുത്തൽ CK ഉമ്മർ അൻവരി നിർവഹിച്ചു. 2027 ഹജ്ജ് പാസ്പോർട്ട് സ്വീകരിക്കൽ നെല്ലായ കുഞ്ഞുമുഹമ്മദ് ഉസ്താദ് നിർവഹിച്ചു. ഹജ്ജ് ഉംറ യാത്രകളിൽ പങ്കാളികളായവരെയും കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സംഗമം ഒരുക്കിയത്. നിരവധി പേർ സംഗമത്തിൽ പങ്കാളികളായി.